നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഞ്ചാംഗ ഫലങ്ങൾ, പഞ്ചാംഗം എന്താണെന്നറിയാമല്ലോ. ദിനം, തിഥി, കരണം, നിത്യയോഗം, നക്ഷത്രം, ഇങ്ങനെ 5 എണ്ണമാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. നക്ഷത്രമാണ് ഏറ്റവും പ്രധാനം, അതുപോലെ തന്നെ ബാക്കിയുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഈ നക്ഷത്രത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുഹൂർത്തമെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസമായിട്ടും അല്ലെങ്കിൽ നമ്മളെ നാളിതാണെന്നും കല്യാണാലോചന വരുമ്പം നക്ഷത്ര പൊരുത്തം നോക്കാൻ വേണ്ടി മാത്രമൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റെല്ലാർ അസ്ട്രോളജിയിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നക്ഷത്ര ബേസ് ചെയ്തിട്ടുള്ള അസ്ട്രോളജി ആണ് ഒരു കാലത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഈവൻ വരാഹമിഹിരൻ്റെ രാശിശീലം പോലും പറയുമ്പം ചന്ദ്രൻ ഇന്ന രാശിയിൽ നിന്നാൽ എന്ന് പറഞ്ഞാണ് പറയുന്നത്. ചന്ദ്രനാണ്. അതിനെ പിന്നെ ലഗ്നവുമായിട്ട് കടുപ്പിച്ചെടുത്തോളാനാണ് ആചാര്യന്മാർ പറയുന്നത്. ചന്ദ്രൻ നിൽക്കുന്നത് ഫലം തന്നെ നമ്മൾ ലഗ്നത്തിനെയും കടുപ്പിച്ചെടുത്തോളൂ എന്നാണ് പറയുന്നത് വരാഹമിഹിരൻ പോലും. അപ്പം നക്ഷത്രങ്ങൾക്ക് ചന്ദ്രൻ അത്രയും പ്രാധാന്യമുണ്ട്. കാരണം മനസ്സുമായിട്ട് അത്രയും റിലേറ്റഡ് ആണ്, ക്യൂനാണ് നമ്മുടെ ലൈഫിൻ്റെ. ഇപ്പം നമ്മുടെ ഒരു വീട്ടിലാണെങ്കിലും അച്ഛൻ രാജാവാണെങ്കിലും അമ്മയായിരിക്കും മിക്കയിടത്തും ക്യൂൻ. അവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. പുറമേ കാണുന്നില്ലെങ്കിൽ പോലും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പലരും നാരോ ഫാമിലിയൊക്കെ ആയതുകൊണ്ട്, ഇത് ന്യൂക്ലിയർ ഫാമിലിയൊക്കെ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, പണ്ട് കാലത്താണെങ്കിൽ സ്ത്രീകൾക്ക് വീട്ടിൽ കുറച്ചുകൂടെ പ്രാധാന്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എൻ്റെയൊക്കെ ഒരു വീട്ടിലാണെങ്കിൽ, കാരണം കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മൂമ്മമാരും വല്യച്ഛന്മാരും ചിറ്റപ്പന്മാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു 20 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, 40 വർഷം മുമ്പ് വിവാഹം കഴിച്ച ഒരാളാണെങ്കിൽ അന്നത്തെ ഒരു ജീവിത സാഹചര്യം വെച്ച് കുടുംബക്കാരെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വരും. നമ്മൾ ഇന്ന് പറയുന്ന ഒരു പ്രൈവസി പ്രശ്നമല്ലാതെ അവർ വരും, അവരന്വേഷിക്കും, ചുമ്മാതെങ്കിലും വന്ന് കയറിയിട്ട് പോകും. അപ്പം ഈ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ, ഇപ്പം വല്യച്ഛന്മാരാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ജീവിതാനുഭവങ്ങളും നല്ല യോഗ്യതയുള്ള മനുഷ്യർ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ ശക്തമായിട്ട് ശകാരിക്കുകയും, കാരണം പറയാൻ അർഹതയുള്ളവർ തന്നെയാണ്, നമ്മളെ പറയാൻ അർഹതയുള്ളവർ തന്നെ പറയുകയും അത് തിരുത്തുകയൊക്കെ ചെയ്യും. ഒരു കുടുംബത്തിൻ്റെ മെയിനായിട്ടുള്ള മിക്കപ്പോഴും സ്ത്രീകൾക്ക് ജോലി കുറവായിരുന്നു അന്ന്. ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പം എൻ്റെ കുടുംബത്തിലൊക്കെ ആണെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോലി ചെയ്യുന്നവർ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ടീച്ചർമാരായിട്ട് പഞ്ചായത്തിൽ, താലൂക്ക് ഓഫീസുകളിലൊക്കെ സർക്കാർ ജോലികളൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും അതോടൊപ്പം തന്നെ വീട്ടിലെ നിയന്ത്രണം കൂടുതലായിട്ടും സ്ത്രീകളുടെ കയ്യിലുമായിരിക്കും എന്നുള്ള. പിന്നീട് ഇങ്ങോട്ട് ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു ലെവലിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ആ പക്വത വരാത്തൊരു പ്രായം എന്ന് പറയുന്നത്, ഒരു കുടുംബജീവിതമൊക്കെ തുടങ്ങി കുറച്ച് ശ്രദ്ധ വരേണ്ട ഒരു കാലഘട്ടത്തിൽ പ്രൈവസിക്കും പലതിനും വേണ്ടിയിട്ട് അങ്ങ് മാറുകയും പിന്നെ ഫ്ലോപ്പ് ആയതിനു ശേഷമാണ് പലപ്പോഴും തിരിഞ്ഞു വരികയും ചെയ്യുന്നത്. ആ സമയത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ ട്രബിൾ ഷൂട്ട് ചെയ്ത് അതിന് പ്രശ്നപരിഹാരം ചെയ്യേണ്ടത് ചുറ്റുപാടുമുള്ളവരാണ്. അപ്പോൾ ആ കാലമൊക്കെ പോയി. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, മക്കളുടെ സ്വഭാവത്തിൽ, ഇപ്പം എൻ്റെ കുട്ടികളുടെ ആണെങ്കിൽ കൂടുതൽ സ്വഭാവത്തിലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അമ്മയുടെ സ്വാധീനവും അമ്മയുടെ കൾച്ചറൽ രീതി, അമ്മയുടെ ക്വാളിറ്റിയുമാണ്. എൻ്റെ ഒബ്സർവേഷനാണ് കേട്ടോ. അല്ലാത്തതും ഉണ്ടായിരിക്കും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുമ്പം കുട്ടികളുടെ ബേസിക്കായിട്ടുള്ള മൈൻഡ് സെറ്റ്, അവരുടെ മൈൻഡിൻ്റെ ബ്ലൂ പ്രിൻ്റ് രൂപപ്പെടുന്നത്, അവരുടെ വാസനയ്ക്കനുസരിച്ച് അത് രൂപപ്പെടുന്നത് കൂടുതൽ സമയവും അമ്മയുമായിട്ടായിരിക്കും. അവരുടെ ഒരു ഇമോഷണൽ സ്റ്റൈല്, അവരുടെ ഒരു ലവ് ലാംഗ്വേജ്, ഇതെല്ലാം അതിനകത്തൊരു ഇൻഫ്ലുവൻസ് വരും എന്നുള്ളത് ഉറപ്പാണ്. പലപ്പോഴും അച്ഛൻ്റെ വിലയും അച്ഛൻ്റെ സ്നേഹവും ഒക്കെ മക്കൾ തിരിച്ചറിയുന്നത് പലപ്പോഴും 10-30 വയസ്സൊക്കെ ആകുമ്പോൾ കൂടുതലും. അപ്പം ഇവൻ ഞാനാണെങ്കിൽ പോലും അച്ഛന് കൂടുതൽ സമയവും ജോലിയും കാര്യങ്ങളൊക്കെ അമ്മയുടെ കൂടെയായിരുന്നു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഫുഡിൻ്റെ ടേസ്റ്റ് പോലും അമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണം, മിക്ക ആൾക്കാർക്കും അങ്ങനെയായിരിക്കും. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണവും അമ്മയുടെ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നതിൻ്റെയും സുഖം വേറെ എവിടെ കിടന്നാലും അത്രയും, വേറെ ഏത് സ്റ്റാർ ഹോട്ടലിൽ പോലും വേറെ എന്ത് ഇരുന്നാലുള്ളൊരു സുഖം, ആ ഒരു കംഫോർട്ട്, ആ ഒരു സെക്യൂരിറ്റി വേറെ എങ്ങും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും 4th ഹൗസ് കൊണ്ട് ഹോമും സെക്യൂരിറ്റിയും എല്ലാം പറയുന്നത്. അതുപോലെ തന്നെയാണ് ചന്ദ്രനും. ചന്ദ്രൻ നമ്മുടെ ഉള്ളിലെ
മനസ്സിൻ്റെ ഇമോഷൻസിൻ്റെ ആളാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നക്ഷത്ര സീരീസ് ചെയ്ത സമയത്ത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കയറിപ്പോയത് ആ സമയത്ത്. ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിച്ചതും ആ നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ആ വീഡിയോസ് കയറിപ്പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ നക്ഷത്രത്തിൻ്റെയും പണ്ഡിതൻ്റെയും പാമരൻ്റെയും ധനികൻ്റെയും ദരിദ്രൻ്റെയും മിഡിൽ ക്ലാസ്സിലുള്ളവരുടെയൊക്കെ ഒരു മൊത്തത്തിലൊരു 50 ഹോറോസ്കോപ്പ് വെച്ച് ആദ്യം ഞാൻ എടുത്തു എന്നുള്ളതാണ്. എടുത്ത് അതിൻ്റെ മെയിനായിട്ടുള്ള ക്യാരക്ടറുകൾ എഴുതി ഒരു 10-15 എണ്ണം കോമൺ ആയിട്ടുള്ള ഇവരിൽ കാണുന്ന ഒരു സ്വഭാവത്തെ നിരീക്ഷിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എല്ലാവരിലും അതുണ്ടോ എന്ന് ചോദിക്കും, ഉണ്ടെന്ന് പറയുന്നതാണ് എഴുതി. അതുകൊണ്ടാണ് ആ വീഡിയോ അത്ര ഇതായത്. അതിനുശേഷം ഞാൻ നമ്മുടെ ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ പോവുകയും ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളിലായിട്ട് ഋഷികേശിലും ഹരിദ്വാറിലും അതിൻ്റെ യാത്രക്കിടയിലുള്ള പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പുണ്യം അതിനുള്ളത് കൊണ്ട് തന്നെ, അതിൻ്റെ ഒരു നിരീക്ഷണം അതിനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് പഠിക്കാം. കാണാതെ ആ ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ച് നിങ്ങൾക്ക് ആൾക്കാരുടെ അടുത്ത് അപ്ലൈ ചെയ്യുകയും ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷവും ചിരിയും നമുക്കും ഒരു സന്തോഷവും, അതുപോലെ തന്നെ നമുക്ക് ആൾക്കാരെ അനലൈസ് ചെയ്യാനും പെട്ടെന്ന് പറ്റുകയും ചെയ്യും നക്ഷത്രം കൊണ്ട് മാത്രം. പക്ഷെ അതുകൊണ്ട് മാത്രം തീരുമോ? ഇല്ല, അതൊരു പൊതുഫലമാണ്. പക്ഷെ പൊതുഫലം അതുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഒരേ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവരും ഒരുപോലാണോ? അല്ല. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് രാശി കൊണ്ടും ഗ്രഹം കൊണ്ടും ഗ്രഹസ്ഥിതി കൊണ്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും പല പല മാനദണ്ഡങ്ങൾ കൊണ്ടും ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻസ് എല്ലാം കൂടി എടുത്തിട്ടാണ് ഫൈനലായിട്ടത് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തെ ജന്മമെന്നും, മൂന്നാമത്തെ നക്ഷത്രത്തെ വിപത്തെന്നും, അഞ്ചാമത്തേതിനെ പൃഥ്വിര എന്നും, ഏഴാമത്തേനെ വധ എന്നും ഒക്കെ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും അഞ്ചാമത്തെ നക്ഷത്രത്തെ വിദ്യുന്മുഖം എന്നും, എട്ടാം നക്ഷത്രത്തെ ശൂലമെന്നും, 14-ാമത്തെ നക്ഷത്രത്തെ സന്നിവാതം എന്നും, 18-ാം നക്ഷത്രത്തെ കേതു എന്നും, 21-ാം നക്ഷത്രത്തെ ഇള എന്നും, 22-ാം നക്ഷത്രത്തെ കംഭം എന്നും, 23-ാം നക്ഷത്രത്തെ വജ്രകം എന്നും, 24-ാം നക്ഷത്രത്തെ നിർഘാതം എന്നും പറയുന്നു. ഇത് ഗോചരത്തിൽ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത്. അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങളല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് സൂര്യൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നുമുള്ള ഈ 5, 8, 14, 18, 21, 22, 23, 24 എന്നീ നക്ഷത്രങ്ങളുടെ പേര് ഞാൻ പറഞ്ഞതും കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയോ അതിൻ്റെ ബുക്ക് മേടിച്ച് പഠിക്കുകയോ ചെയ്യാം. ഗോചരവശാൽ സൂര്യനുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളുടെ സ്വഭാവപ്രകാരമുള്ള പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്വഭാവപ്രകാരമുള്ളൊരു പേരുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചന്ദ്രൻ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ 1-ാമത്തെ നക്ഷത്രം ജന്മനക്ഷത്രമാണ്, 3-ാം നക്ഷത്രം വിപത്ത് നക്ഷത്രമാണ്, 5-ാം നക്ഷത്രം പൃഥ്വിരയും, 7-ാം നക്ഷത്രം വധനക്ഷത്രവുമാണ്, 8-ാം നക്ഷത്രം മൈത്രവും, 9-ാം നക്ഷത്രം പരമമൈത്രമായിരിക്കുന്ന നക്ഷത്രവും, 10-ാം നക്ഷത്രം കർമ്മ നക്ഷത്രവുമാണ്, 16-ാം നക്ഷത്രം സാംഘാതിക നക്ഷത്രവും, 18-ാം നക്ഷത്രം സാമുദായിക നക്ഷത്രവും, 19-ാം നക്ഷത്രം ആധാന നക്ഷത്രവും, 23-ാം നക്ഷത്രം വൈനാശിക നക്ഷത്രവും, 26-ാം നക്ഷത്രം ജാതി നക്ഷത്രവും, 27-ാം നക്ഷത്രം ദേശനക്ഷത്രവും, 28-ാം നക്ഷത്രം എന്ന് പറയുന്ന അഭിഷേക നക്ഷത്രവും ആകുന്നു എന്ന് പറയുന്നു. അപ്പം എന്തായാലും നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ കർമ്മ നക്ഷത്രം ഞാൻ നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള അസ്ട്രോളജർ എഴുതിയിട്ടുള്ള ഒരു ബുക്കിനകത്ത് എനിക്ക് അത്ര ഫേമസ് ആണോ എന്നറിയില്ല, പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഈ കർമ്മ നക്ഷത്രത്തിൽ നിൽക്കുന്ന, അതായത് ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും എണ്ണിയാൽ 10-ാമത്തെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹവും ആ നക്ഷത്രാധിപനും അയാൾക്ക് ജോലിയുടെ കാര്യത്തിൽ, അയാൾ നിത്യേന ചെയ്യാൻ പോകുന്ന ജോലിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ നക്ഷത്രാധിപൻ്റെയോ ആ നക്ഷത്രത്തിൻ്റെയോ ദശയോ അപഹാരമോ, ദശ വരാൻ സാധ്യതയില്ല, 10-ാം നക്ഷത്രത്തിന് ദശ വരില്ല, അപ്പോൾ അപഹാരം വരുന്ന സമയത്ത് അതിൻ്റെ ഫലങ്ങൾ തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ദശ മാക്സിമ ജനിച്ച നക്ഷത്രത്തിൽ നിന്ന് 9-ാമത്തെ നക്ഷത്രം വരെ ദശ വരത്തുള്ളൂ. 10-ാം നക്ഷത്രം എന്ന് പറയുന്നത്
കർമ്മ നക്ഷത്രമാണ്. കർമ്മ നക്ഷത്രത്തിൻ്റെ അധിപനും അതേ നക്ഷത്രാധിപൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ജന്മ അനുജന്മ നക്ഷത്രം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു ആൾ ജനിച്ചാൽ അയാളുടെ 10ാമത്തെ നക്ഷത്രവും 19ാമത്തെ നക്ഷത്രവും അനുജന്മ നക്ഷത്രങ്ങളായിരിക്കും. ഇവിടെ ജനിച്ച ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും 10ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് 10ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കർമ്മ നക്ഷത്രവും 19ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആധാന നക്ഷത്രവുമാണ്. ഇതിൻ്റെ അധിപൻ ജനിച്ച നക്ഷത്രത്തിൻ്റെയും 10ാമത്തെയും 19ാമത്തെ നക്ഷത്രത്തിൻ്റെയും അധിപൻ ഒരാളായിരിക്കും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരാളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജന്മനക്ഷത്രത്തിൽ ചെയ്യാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാമത്തെയോ 19ാമത്തെയോ നക്ഷത്രത്തിൽ ജന്മാനുജന്മ നക്ഷത്രത്തിൽ ചെയ്യാൻ പറയുന്നത്. പ്രത്യേകിച്ച് ജന്മനക്ഷത്രത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ജന്മനക്ഷത്രത്തിൽ നിന്നും വരുന്ന 10ാമത്തെ നക്ഷത്രത്തിലാണത് ചെയ്യേണ്ടതും ആ പരിഹാരങ്ങൾ ചെയ്യേണ്ടതും കർമ്മദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതും കർമ്മഭാവവുമായി ബന്ധപ്പെട്ട ആ നക്ഷത്രത്തിനൊരു ബന്ധമുണ്ട് എന്നുള്ളതും കൂടി ആലോചിച്ചോളൂ. അല്ലെങ്കിൽ ആ 10ാമത്തെ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഉള്ള ചില കാര്യങ്ങൾ, അതിൽ ആ നക്ഷത്രത്തിന് പറയുന്ന ചില തൊഴിൽ രീതികൾ, ആ നക്ഷത്രത്തിൻ്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ടുള്ള ചില രീതികൾ, അത് സൂചിപ്പിക്കുന്ന തൊഴിലുകൾക്കൊക്കെ നിങ്ങൾക്ക് വാസന ഉണ്ടാവും എന്നുള്ളതും കൂടി ഇവിടെ നിന്ന് ഓർത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ മുഹൂർത്തമൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നക്ഷത്രത്തിൻ്റെ എല്ലാ നക്ഷത്രങ്ങൾക്കും ചില ഭാഗത്ത് വിഷകടി വരും, വിഷം വരും, കുറച്ച് നാഴികകൾ. അതുപോലെ തന്നെ കുറച്ച് നാഴികകൾ ഉഷ്ണശിഖയെന്നും അതുപോലെ തന്നെ കുറച്ച് നാഴികകൾ അമൃതകടിയായിട്ടും വരും. ഒരു നക്ഷത്രത്തിന് ചില സ്ഥലങ്ങളിൽ വിഷവും കുറച്ച് സമയം, ഇപ്പോൾ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 24 hours വരും, 60 നാഴിക സമയം വരും. അപ്പോൾ അതിൽ ചില സ്ഥലങ്ങളിൽ വിഷകടി വരും, ചില സ്ഥലങ്ങളിൽ അമൃതകടി വരും, ചില സ്ഥലങ്ങളിൽ ഉഷ്ണശിഖ എന്ന് പറയുന്ന ദോഷങ്ങളൊക്കെ വരും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഭാഗങ്ങൾ ചില നക്ഷത്രങ്ങൾക്ക് പാദദോഷങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളിൽ ജനിക്കുമ്പോൾ ആ നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന ആ നക്ഷത്രത്തിലൂടെ നക്ഷത്രാധിപൻ കടന്നു പോകുന്ന സമയത്തൊക്കെ ചില ബുദ്ധിമുട്ടുകൾ രക്തബന്ധത്തിലുള്ളവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ വരാനോ അല്ല അവരവർക്ക് തന്നെ വരാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അതിനെ നക്ഷത്രദോഷമെന്നും നക്ഷത്രഭേദമെന്നും ഒക്കെ പല രീതിയിൽ പറയും. പാദദോഷമെന്നും ഒക്കെ പറയും. കാൽദോഷം, പാദദോഷം എന്നൊക്കെ അതിനെ പറയും. അതൊക്കെ നമുക്ക് പിന്നീട് നിങ്ങൾക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാവുന്നതേ ഉള്ളതൊക്കെ. നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. നിങ്ങളതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഡെയിലി കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് ചന്ദ്രക്രിയ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ദേവപ്രശ്നത്തിനൊക്കെയാണ് അത് കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് സ്ഥിരമായിട്ട് ഡെയിലി എൻ്റെ കൺസൾട്ടേഷന് യൂസ് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തെ 60 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഓരോ ഭാഗത്തിനും ഓരോ ഫലമുണ്ട്. അപ്പം പലപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു ചന്ദ്രക്രിയ ഞാനൊരു ടൈം എഴുതി വെക്കും. ഓരോ നാഴികയ്ക്കുമുള്ള ഫലങ്ങൾ എഴുതി വെക്കും. അപ്പോൾ പലപ്പോഴും കൺസൾട്ടേഷൻ ആൾക്കാരെ വിളിക്കുമ്പം അതെടുത്തായിരിക്കും ചിലപ്പോൾ ആദ്യം പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതിന് മുമ്പ്, ജാതകം തന്നിടുന്നതിന് മുമ്പ് ഒരു ഫലം പറയുമ്പോൾ അവർ വല്ലാണ്ട് എക്സൈറ്റഡ് ആകും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകും. പലപ്പോഴും അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോരാനാഥന്മാർ വിളിക്കുന്ന സമയത്തെ ഹോരാനാഥന്മാർ നമുക്ക് ഒരുപാട് ഫലസൂചനകളാണ്. അവരാ വിളിക്കുന്ന സമയത്ത് പ്രശ്നം വെക്കുന്നതിന്, ജാതകം ഇടുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ ഫലം നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, ഈ രാശിസന്ധി ഗണ്ഡാന്തത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവർ വിളിക്കുന്ന നക്ഷത്രം അതുപോലെ തന്നെ അപ്പോഴത്തെ തിഥി, അതുപോലെ തന്നെ ലാടം, യോഗി അവയോഗികൾ, ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മളെ സഹായിക്കും. ഇതെല്ലാം പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ദൈവാധീനം, അവരുടെ വിഷയം, ഇതിലേത് സബ്ജക്റ്റാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഉള്ളിൽ തോന്നിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം പഠിച്ച് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഈശ്വരാനുഗ്രഹമാണ്. അത് പഠിപ്പിക്കാൻ പറ്റില്ല. കോമൺ സെൻസ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മൾ സ്വയം ആർജിക്കുന്നതാണ്. നിരന്തരമായി ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടും
നമ്മളുടെ ദൈവീകത കൊണ്ടും നമ്മളുടെ ദൈവാനുഗ്രഹം കൊണ്ടും വരുന്ന ആളുടെ യോഗ്യതയൊക്കെ കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രകൃതി നമ്മളെ തോന്നിപ്പിക്കും. ആ തോന്നിപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം തോന്നിപ്പിച്ച സമയത്ത് അത് എങ്ങനെയാണ് എന്ന് വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കാനും അവർക്ക് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ശാസ്ത്രം പഠിക്കുന്നത്. കാരണം ഈ ദൈവാധീനം കൊണ്ട് ഇത് തോന്നിപ്പിച്ചാലും നമുക്ക് വിശകലനം ചെയ്യണമെങ്കിൽ ശാസ്ത്രമില്ലാതെ പറ്റില്ല. പല ആൾക്കാരും പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. തിരിച്ചും അതുപോലെയാണ്. ശാസ്ത്രം മാത്രം പഠിച്ചു വെച്ചിട്ട് ദൈവാധീനമില്ലാതെ അതൊരു കച്ചവടമാക്കി മാറ്റുമ്പോൾ കുറച്ച് കാലമൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ അതും പോകും. ആ പരാജയം വരുന്ന അവിടെയാണ്. ഇത് രണ്ടും വേണം. രണ്ടും കൂടിയുള്ളൊരു ഹാർമണിയുണ്ട്. ചില ആൾക്കാർ ദൈവാധീനമുണ്ട്, അവർ ചിലതൊക്കെ വിളിച്ചു പറയും, ചില ഇൻഡ്യൂഷൻസൊക്കെ വരും. ഞാൻ ഇൻഡ്യൂഷൻസിലൂടെയാണ് ഇത് പറയുന്നതെന്നൊക്കെ പറയും. എനിക്കങ്ങനെ ശാസ്ത്രം ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ബുക്കിഷ് നോളജിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. ആക്ച്വലി ഭയങ്കര ഒരു ഗുരുത്വദോഷമാണ് അത്. കാരണം ഇവർക്ക് ദൈവാധീനം വരുന്നത് തോന്നിപ്പിച്ചാൽ, ചില കാര്യങ്ങൾ തോന്നിയാൽ അത് വിശകലനം ചെയ്യണമെങ്കിൽ വളരെ ഡീപ്പായിട്ട് അത് പറയണമെങ്കിൽ, ഡീപ്പായിട്ട് ആ വ്യക്തിയെ അവരുടെ ജീവിതത്തിൻ്റെ നിയോഗത്തിലേക്ക് കടത്തി വിടണമെങ്കിൽ ശാസ്ത്രം പഠിക്കണം. കാരണം എന്തറിയോ, ഈ തോന്നിയ കാര്യങ്ങൾ പിന്നീട് അതൊന്ന് ഇലാബറേറ്റ് ചെയ്യണമെങ്കിൽ, ആ ത്രെഡിനെ ഇലാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതൊന്നല്ല, ഏത് മേഖലയ്ക്കും വരയ്ക്കാൻ കഴിവുള്ള ഒരാൾ, പാടാൻ കഴിവുള്ള ഒരാൾ, ഇതെല്ലാം ജന്മസിദ്ധമായിട്ട് സർഗവാസന, അതായത് ജ്ഞാനം ഉണ്ടാവണം, ഉള്ളിലുണ്ടാവണം, ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം, രക്തത്തിലുണ്ടാവണം, ആ നമ്മുടെ മനസ്സിലുണ്ടാവണം, ആ ഒരു ഹൃദയത്തിലുണ്ടാവണം, ആത്മാവിലുണ്ടാവണം. പക്ഷെ അതുണ്ടെങ്കിലും ട്രെയിനിങ്ങൂടെ കിട്ടിയാൽ, അതിനെക്കുറിച്ചുള്ള അറിവും ട്രെയിനിങ്ങും നല്ല ഗുരുക്കന്മാരിൽ നിന്നും ആ മുന്നേ സഞ്ചരിച്ചവരിൽ നിന്നും നമുക്കൊരു ട്രെയിനിങ് കിട്ടിയാൽ മാറ്റം വരും. ഇപ്പം ചെസ്സ് കളിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ ഞാൻ സ്വയം കളിച്ചോളാം എന്ന് പറയുന്നത് വിശ്വനാഥാനന്ദനെ പോലുള്ള ഒരു ട്രെയിനറുടെ അടുത്ത് പോയി ഇരുന്ന്, ജീവിതത്തിൽ അത്രയും അനുഭവവും ദൈവാധീനമുള്ള ഒരാളുടെ അടുത്ത് പോയിരുന്ന് ആ വിഷയത്തിൽ ഇത് പഠിക്കുന്നത്. ജ്ഞാനമുണ്ടെങ്കിൽ വളരും, ജ്ഞാനമില്ലെങ്കിൽ പോവും. നല്ല കഴിവുള്ള ഒരാൾ, ക്രിക്കറ്റ് കളിക്കാൻ നല്ല കഴിവുള്ള ഒരാൾ, അല്ലെങ്കിൽ സ്പോർട്സിൽ നല്ല കഴിവുള്ള ഒരാൾ, ആ വ്യക്തിക്ക് സ്പോർട്സിൽ നല്ല കഴിവുള്ള ഒരാൾ ആ വ്യക്തിക്ക് നല്ലൊരു ക്രിക്കറ്ററുടെ, രാഹുൽ ദ്രാവിഡിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു നല്ലൊരാളുടെ കീഴിൽ, അവരുടെ കഴിവ് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാളുടെ കീഴിൽ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോൾ ചുമ്മാതെ സ്വയം അങ്ങ് നന്നായിക്കോളാം, എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് പറയുന്നതും നല്ലൊരാളുടെ കീഴിൽ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാളുടെ കീഴിൽ പഠിക്കുന്നതും തമ്മിൽ, പഠിച്ച് ആ കഴിവും കൂടെ ഉപയോഗിക്കുമ്പോൾ മാസ്റ്റർ ആവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയാണ് വേണ്ടത്. അവിടെയാണ് ഗുരുത്വത്തിൻ്റെയും ഗുരുവിൻ്റെയും ഒക്കെ ആവശ്യവും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം രണ്ടും വേണം. ജ്ഞാനവും വേണം, ശ്രമവും വേണം. ശ്രമവും വേണം, ജ്ഞാനവും വേണം. അറിവും വേണം, ജ്ഞാനവും വേണം. രണ്ടും വേണം. അറിവ് മാത്രമായാൽ ജ്ഞാനമില്ലെങ്കിൽ അത് വർക്കാവില്ല. ഇരുന്ന് വിരദോഷം പറയും. നമ്മുടെ അതാത് കാലത്തെ ലോജിക്ക് അനുസരിച്ച് എന്തെങ്കിലും പ്രൊപ്പഗണ്ട വെച്ചിട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ട്രോമകൾക്ക് എതിരെ സമൂഹത്തോടെ മൊത്തവും ഉള്ള ദേഷ്യവുമായിട്ട് ബുധൻ്റെ സ്റ്റൈലിൽ പെരുമാറും. ബുധൻ്റെ സ്റ്റൈലിൽ അങ്ങോട്ട് പെരുമാറും. അതേ സമയത്ത് ഇവിടെ ജ്ഞാനമുണ്ടെങ്കിൽ എന്തായിരിക്കും? ജ്ഞാനമുണ്ടെങ്കിൽ അതിനെ ആ രീതിയിലായിരിക്കും കാണുന്നത്. സ്വന്തം ജീവിതാനുഭവങ്ങളെ ആ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പം അതാണ് മെയിൻ. അപ്പം ഈ നക്ഷത്രങ്ങളുടെ ശുഭാശുഭാദികളുണ്ട്, നക്ഷത്രങ്ങളുടെ തിഥി, നക്ഷത്രങ്ങളുടെ ഭൂതം ഉണ്ട്. ഭൂമി ഭൂതമാണോ, ഇത് ഏതൊക്കെയാണ്? നക്ഷത്രങ്ങളുടെ പക്ഷികളുണ്ട്, നക്ഷത്രങ്ങളുടെ വൃക്ഷമുണ്ട്, നക്ഷത്രത്തിൻ്റെ സംഖ്യയുണ്ട്, നക്ഷത്രത്തിൻ്റെ അതിദേവതയുണ്ട്, നക്ഷത്രത്തിൻ്റെ അധിപനായ പ്ലാനറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ വിഷഘടി, ഉഷ്ണശിഖ, അമൃതഘടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്ന് മൂലം വരെ എണ്ണുകയും, അതുപോലെ തന്നെ പൂരാടത്തിൽ നിന്ന് ആ സംഖ്യ എണ്ണി വരുന്നതൊക്കെ പേരാണ് ലാടം എന്ന് പറയുന്നത്. ലാടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്ക് വീഴുന്ന പോലെയാണ്. അപ്പോൾ ലാട നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഏത് ഭാവത്തിലാണ് വരുന്നത്, ആ ഭാവാധിപൻ്റെ പരിഹാരങ്ങൾ. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചന്ദ്രക്രിയ എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തെ 60 തിരിച്ച് ആ ഓരോ ഭാഗത്തിനും കൃത്യമായിട്ടുള്ള
ഫലമുണ്ട്. അത് ദേവപ്രശ്നത്തിലൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സാധാരണ പ്രശ്നം, താൽക്കാലിക പ്രശ്നത്തിൽ യൂസ് ചെയ്യും. ദേവപ്രശ്നത്തിൽ യൂസ് ചെയ്യുന്നൊന്നും താൽക്കാലിക പ്രശ്നത്തിന് യൂസ് ചെയ്യരുതെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ വേണേലും നിങ്ങളുടെ യുക്തി പോലെ അതൊക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ചന്ദ്രക്രിയ ഇങ്ങനെ തുടങ്ങി നക്ഷത്രങ്ങളുടെ വിശകലനത്തിന് ധാരാളം വിഷയങ്ങളുണ്ട്. ഞാൻ ഈ ഒരു ക്ലാസ് നക്ഷത്ര വിശകലനത്തെക്കുറിച്ചും നക്ഷത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നക്ഷത്രത്തെ നമ്മൾ ഈ നാൾ നോക്കുക എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രത്തിന് കേരളീയ ജ്യോതിഷ്യർ അധികം പ്രാധാന്യം കൊടുക്കുന്ന കണ്ടിട്ടില്ല. രാശിനാഥനെക്കാട്ടിലും, അല്ലെങ്കിൽ ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ബലമാണ് എൻ്റെ അനുഭവത്തിൽ, ഫലസൂചനയാണ് സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്നത്. നക്ഷത്രത്തിൽ നിൽക്കുന്നത് ഒരു 60-65% ഫലം വരും, ഉറപ്പിച്ചോ. നിങ്ങളുടെ പ്രഡിക്ഷൻ ൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, അത് കൃത്യമായിട്ട് വരും. നിങ്ങളത് ശ്രമിച്ചു നോക്കിയോ. ഒരു ഗ്രഹം സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഭാവാധിപത്യവും ആ നക്ഷത്രം വീണിരിക്കുന്ന രാശിയുടെ സ്വഭാവം അനുസരിച്ചും, അത് നക്ഷത്രങ്ങളുടെ അധിപന്മാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശത്രുമിത്ര സ്ഥിതിയും ഭാവാധിപത്യം അനുസരിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതികളും ഒക്കെ വെച്ചിട്ട് ദശയും ഇതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഫലം വന്നിരിക്കും. ഈ ഒരു കീ ആണ് ഇവർ KP അസ്ട്രോളജിയിൽ എടുക്കുന്നത്. ഈ ഒരു കീ തന്നെയാണ് നമ്മളുടെ കേരളീയ അസ്ട്രോളജിയിൽ ഈ നക്ഷത്രാധിപനെ എടുക്കാതെയാണ് അവർ പോയി വിംശോത്തരി നക്ഷത്രദശ എടുക്കുന്നത്. വിംശോത്തരി നക്ഷത്രദശ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നക്ഷത്രത്തെയും നക്ഷത്രാധിപനെയും ഗ്രഹം നിൽക്കുന്ന കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് പഠിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് നക്ഷത്ര പ്രാധാന്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ നക്ഷത്രങ്ങൾക്ക് ദിക്കുകളുണ്ട്. പിന്നെ ഊർധ്വമുഖം, അധോമുഖം, തിര്യമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് രാശികളെ പറയുന്നത് പോലെ തന്നെ ഊർധ്വമുഖ നക്ഷത്രങ്ങളും അധോമുഖ നക്ഷത്രങ്ങളും തിര്യമുഖ നക്ഷത്രങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ധ്രുവസ്ഥിരാദികൾ നോക്കും നക്ഷത്ര ബേസ് ചെയ്തിട്ട്. നക്ഷത്രങ്ങളുടെ സ്വരൂപം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദിക്ചാരമുണ്ട് നക്ഷത്രങ്ങളുടെ. ഉത്തമചാരിയാണോ, മധ്യമചാരിയാണോ, ദക്ഷിണചാരിയാണോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കും നക്ഷത്രങ്ങളുടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നക്ഷത്രങ്ങളുടെ ഭൂതം, നക്ഷത്രങ്ങളുടെ അക്ഷരം, അങ്ങനെ തുടങ്ങി നക്ഷത്രത്തെക്കുറിച്ച് തന്നെ ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിലെ ആത്മാവുമായിട്ട്, നമ്മുടെ സ്വഭാവവുമായിട്ട്, നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നക്ഷത്രങ്ങൾ. അതിന് മാറ്റമില്ലാത്തതാണ്. ഒരാളുടെ ബേസിക് നേച്ചർ മാറത്തില്ല. അത് ഇനി എന്തോ പറഞ്ഞാലും മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകത്തിലെ ക്യൂനാണ്, മനസ്സിൻ്റെ കാരകനാണ്, നമ്മുടെ കംഫോർട്ടാണ്, നമ്മുടെ സുഖങ്ങളെ ചിന്തിപ്പിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ നക്ഷത്രങ്ങളിലൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അതുപോലെ തന്നെ ഓരോ ഭാവാധിപനും ഓരോ ഗ്രഹവും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളിൽ നിന്നാലുണ്ടാകുന്ന ഗുണദോഷങ്ങളും കൂടി ഇരുന്ന് റിസർച്ച് ചെയ്ത് നിരീക്ഷിച്ച് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ ഒരുപാടുണ്ട് ഇത് പറഞ്ഞു തരാൻ. കാരണം വെച്ചാൽ ഇപ്പം ശനി എന്ന് പറഞ്ഞ ഗ്രഹം ബലവാനാണെങ്കിൽ പോലും നിൽക്കുന്നത് രവിയുടെ നക്ഷത്രത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? സ്വക്ഷേത്ര ബലവാനായ ശനി ഉത്രാടം നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, സ്വക്ഷേത്രമാണെങ്കിലും രവി, ഇവർ ശത്രു ഗ്രഹമാണ്. ശനിക്ക് ബലം കൂടുന്നിടത്താണ് രവി നീചനാവുന്നത്. രവി നീചനാവുന്നിടത്താണ് ശനി ഉച്ചനാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹം പോയി നിൽക്കുന്ന എനർജി സ്രോതസ്സായിട്ടുള്ള കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് തൻ്റെ ശത്രുവിൻ്റെയാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന എനർജിയും തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് ശത്രുവിൻ്റെ എഫക്റ്റിലൂടെയാണ്, ശത്രുവിൻ്റെ ആ ഒരു ഇതിലൂടെയാണ് അനുഭവിക്കുക. അപ്പോൾ സ്വന്തം വീട്ടിലായാൽ പോലും ആ ഒരു നെഗറ്റിവിറ്റി വർക്ക് ചെയ്യും ശനിക്ക്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ അത്. അപ്പം ശനി ആ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് ഏത് ഭാവം? 1-ാം ഭാവമാണോ, 2-ാം ഭാവമാണോ, 3-ാം ഭാവമാണോ, അതോ 5-ാം ഭാവമാണോ, 7-ാം ഭാവമാണോ, 10-ാം ഭാവമാണോ, 11-ാം ഭാവമാണോ, 12-ാം ഭാവമാണോ എന്നൊക്കെ നോക്കി അത് ആ ഭാവത്തിനനുസരിച്ചുള്ള വിഷയം അതിൽ കണക്ക് കൂട്ടി പോകണം, മനസ്സിലാക്കി പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജ്യോതിഷത്തിൻ്റെ ഈ ജ്യോതിഷമാകുന്ന ഈ സമുദ്രത്തിൻ്റെ ഇതിലേക്ക്
ഇറങ്ങി വരാൻ പറ്റും. ഇതൊക്കെ തുടക്കമാണ്. ഈ പറഞ്ഞതൊക്കെ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. തുടക്കത്തിലേക്കുള്ളൊരു വിരൽ ചൂണ്ടൽ മാത്രമാണിത്. ഇതിലൂടെ അങ്ങോട്ട് ഇറങ്ങുമ്പം പിന്നെ പുതിയ 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 ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മൾ ഈ നക്ഷത്രങ്ങളെ പറ്റി, നക്ഷത്രങ്ങളുടെ ഫലസൂചനയെ പറ്റിയിട്ടുള്ളൊരു ആമുഖം ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ഒന്ന് തൊട്ട് പോയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാനൊരു വിഷയം പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ, ഈ നക്ഷത്രങ്ങളുടെ ദൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചില നക്ഷത്രങ്ങളിൽ ഗ്രഹങ്ങൾ പ്രവേശിക്കുമ്പോൾ ചില നക്ഷത്രങ്ങളെ ദൃഷ്ടി ചെയ്യുന്നതിനുള്ള ശക്തി ആ ഗ്രഹത്തിനുണ്ടാകുന്നു എന്ന് പറയുന്നു. അതായത് ചില നക്ഷത്രങ്ങളിലേക്ക് ചില ഗ്രഹങ്ങൾ പ്രവേശിക്കുമ്പോൾ മറ്റു ചില നക്ഷത്രങ്ങളിലേക്ക് ആ ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുന്നു. ഉദാഹരണത്തിന് രവി നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും 2, 6, 8, 7, 11, 21 എന്നീ നക്ഷത്രങ്ങളിലേക്ക് ആ രവി ദൃഷ്ടി ചെയ്യും എന്നും, ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും 4, 8, 10, 15, 18 എന്നീ നക്ഷത്രങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നും, കുജൻ നിൽക്കുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് 3, 15, 7, 8 എന്നീ നക്ഷത്രങ്ങളിലേക്കും, ബുധൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും 3-ാമത്തേതും 5-ാമത്തേതുമായ നക്ഷത്രത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നും, ഗുരു നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്നും 3-ാമത്തേതും 5-ാമത്തേതും 10-ാമത്തേതും 19-ാമത്തേതും നക്ഷത്രത്തിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്നു എന്നും, ശുക്രൻ നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്ന് 3-ാമത്തെ 5-ാമത്തെ നക്ഷത്രത്തിലേക്കും, ശനി നിൽക്കുന്ന നക്ഷത്രത്തിൽ നിന്ന് 3, 5, 15, 19 എന്നീ നക്ഷത്രത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഈ നക്ഷത്ര ദൃഷ്ടി എന്ന് പറയുന്നത്, ചില നക്ഷത്രങ്ങളിൽ ഗ്രഹങ്ങൾ പ്രവേശിക്കുമ്പോൾ ചില നക്ഷത്രങ്ങളെ ആ ഗ്രഹത്തിന് ദൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ് നക്ഷത്ര ദൃഷ്ടിയുടെ തിയറി. അത് ഓർത്ത് വെക്കണം. അല്ലാതെ നക്ഷത്രത്തിന് പ്രത്യേക ദൃഷ്ടി വരുന്നു എന്നുള്ളതല്ല. ഒരു നക്ഷത്ര ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മറ്റ് ചില നക്ഷത്രങ്ങളിലെയും കൂടെ ദൃഷ്ടി ചെയ്യാൻ, അതിൻ്റെ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ നക്ഷത്ര ദൃഷ്ടി കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഗോചരത്തിൽ ട്രാൻസിറ്റ് ഫല നിരൂപണത്തിന് ഈ കാര്യങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇല്ല രാശി കിടക്കുന്ന ഫലം എടുത്ത് ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് കാണിക്കും. നല്ല നൈസായിട്ടത് ഫലം വരികയും ചെയ്യും. പക്ഷേ ഇതെല്ലാം ഒന്നും നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഗ്രഹങ്ങളിലെ വിശേഷ ദൃഷ്ടിയാണ്. അത് അല്ലാതെ ഞാൻ ആ മുക്കാൽ ദൃഷ്ടി, കാൽ ദൃഷ്ടി, അരദൃഷ്ടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല. പ്രധാനമായിട്ടും വിശേഷ ദൃഷ്ടികൾ മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഇങ്ങനൊരു സാധനമുണ്ട് എന്നുള്ളത്. പക്ഷേ ട്രാൻസിറ്റ്, ഈ വ്യാഴമാറ്റം ശനിമാറ്റം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ചെയ്യുമല്ലോ ഞാൻ, ഒരു വർഷത്തെ ഫലങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഇപ്പം ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഈ നക്ഷത്ര ദൃഷ്ടി എടുക്കാറുണ്ട്. ഈ ട്രാൻസിറ്റിന് ഈ ഗുരുവിൻ്റെയൊക്കെ ഫലം പറയുമ്പോൾ ഗുരു ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത്രാമത്തെ നക്ഷത്രം വരുന്ന ഏതൊക്കെ ഭാവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫലങ്ങളൊക്കെ കൂടുതലും പറയുന്നത് ഈ നക്ഷത്ര ദൃഷ്ടിയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പലരും പറയാറുണ്ട് അത് കൃത്യമായിട്ട് സാർ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ അത് വന്നല്ലോ എന്നൊക്കെ. ഇത് വെച്ചിട്ടാണ് ഇപ്പം ഈ നക്ഷത്ര ദൃഷ്ടി വെച്ചിട്ടാണ് സൂര്യൻ ഇന്ന രാശിയിലേക്ക് കടക്കുമ്പം, അല്ല 7-ാം ഭാവാധിപൻ ഇന്ന രാശിയിലേക്ക് കടക്കുമ്പോൾ നിനക്ക് ഇത്ര മാസത്തിനുള്ളിൽ വിവാഹം വരാം, അല്ല ഇത്ര മാസത്തിനുള്ളിൽ ജോലി കിട്ടാം, ഇന്ന കാര്യങ്ങൾ വരാം എന്നുള്ളത് ദശയും ഈ നക്ഷത്ര ദൃഷ്ടിയും ഈ ട്രാൻസിറ്റും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുമൊക്കെയാണ് പലപ്പോഴും പറയുന്നതുമൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സീക്രട്ട് കീസാണ്. ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്, നിങ്ങൾ പഠിച്ചോളുക കേട്ടോ. അപ്പോൾ നക്ഷത്രത്തെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറേ കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എല്ലാത്തിൻ്റെയും പേരുകൾ മാത്രമെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിട്ട് കൂടുതൽ അന്വേഷിക്കൂ. നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ഒക്കെ ചെയ്യും. അപ്പം അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഓരോ നക്ഷത്രവും സൂചിപ്പിക്കുന്ന രോഗസാധ്യതകൾ, നക്ഷത്രത്തിൽ ജനിച്ചവർക്കല്ല, 6-ാം ഭാവാധിപൻ ഓരോ നക്ഷത്രത്തിലും പോയി നിന്നാലുള്ള രോഗസാധ്യതകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.